വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുള്ളുകൾക്കിടയിലെ ഒരു പനിനീർ പൂവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ ഷാരോനിലെ പനിനീർ പൂവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. മുള്ളുകൾക്കിടയിലെ ഒരു പനിനീർ പൂവ് എപ്പോഴും കാണാം. ശക്തമായ കാറ്റ് വീശുമ്പോൾ ആ പനിനീർ പൂവിന്റെ ദളങ്ങൾ പലപ്പോഴും ആ മുള്ളുകളിൽ തളച്ചു കയറുന്നു. എന്നിരുന്നാലും നന്ദിയോടെ എന്ന പോലെ ഷാരോനിലെ പനിനീർ പൂവ് അതിന്റെ മധുരമുള്ള സുഗന്ധം പരത്തിക്കൊണ്ട് പ്രതികരിക്കുന്നു. അതുപോലെ ഷാരോനിലെ പനിനീർ പൂവായ യേശുക്രിസ്തു പരീശന്മാരുടെയും സദൂക്യരുടെയും ശാസ്ത്രിമാരുടെയും മുള്ളുകൾക്കിടയിലാണ് ജീവിച്ചത്. അവർ നിരന്തരം അവനെ വിമർശിച്ചു, എപ്പോഴും അവനിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചു, അവനെ കുറ്റം വിധിക്കാനുള്ള വഴികൾ അന്വേഷിച്ചു. എന്നിട്ടും അവരുടെ ഇടയിൽ അവൻ കുറ്റമറ്റവനായി തുടർന്നു. ദിവ്യ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തി. കർത്താവായ യേശുക്രിസ്തുവിന് പോലും മുള്ളുകളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും മുള്ളുകൾ ഉണ്ടാകില്ലേ? യേശു ഇന്ന് നമ്മെ ഈ വാക്കുകളിലൂടെ ശക്തിപ്പെടുത്തുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. മുള്ളുകളിൽ 2 തരമുണ്ട്, കാണാൻ കഴിയുന്നവയും കാണാൻ കഴിയാത്തവയും. ദൃശ്യമായ മുള്ളുകൾ ഇവയായിരുന്നു: അവന്റെ തലയിലെ ക്രൂരമായ മുള്ളുകളുടെ കിരീടം, കൈകളിലെ ആണികൾ, കാലിൽ തുളച്ചു കയറുന്ന ആണികൾ, അവനെ കുത്തിയ കുന്തം, അവന്റെ ശരീരത്തിലെ ചാട്ടവാറടികൾ. അദൃശ്യമായ മുള്ളുകൾ നിന്ദ, അപമാനം, പരിഹാസം എന്നിവയായിരുന്നു. ക്രൂശിലേക്കുള്ള വഴിയിലും ഗൊൽഗോഥ കുന്നിലും അത്തരം എത്രയെത്ര മുള്ളുകൾ അവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. യേശു സ്വന്തം അടുക്കലേക്ക് വന്നു, പക്ഷേ സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല. ഒരു ശിഷ്യൻ അവനെ തള്ളിപ്പറഞ്ഞു, മറ്റൊരാൾ അവനെ ഒറ്റുകൊടുത്തു, ബാക്കിയുള്ളവർ അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഏകാന്തതയുടെ മുള്ള് അവനെ ആഴത്തിൽ കുത്തി. അവൻ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? എന്തൊരു വേദനയുടെ നിലവിളി! ഒരു യുവാവിന്റെ കഥയുണ്ട്. തന്റെ പ്രിയപ്പെട്ടവൻ തന്നോടൊരു ചുവന്ന റോസാപ്പൂ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ശൈത്യകാലമായിരുന്നു. എല്ലായിടത്തും തിരഞ്ഞെങ്കിലും അയാൾക്ക് ഒരു റോസാപ്പൂവും കണ്ടെത്താനായില്ല. അവന്റെ ദുരിതം കണ്ട് ഒരു രാപ്പാടി ഒരു ചുവന്ന റോസാപ്പൂവിനെ അന്വേഷിച്ച് ദൂരത്തേക്ക് പറന്നു. ഒടുവിൽ അതൊരു കുറ്റിക്കാട്ടിൽ ഒരു വെളുത്ത റോസാപ്പൂ കണ്ടെത്തി. അതിനെ ചുവപ്പാക്കാൻ പക്ഷി തന്റെ നെഞ്ചിൽ മുട്ടിനിടയിലുള്ള ഒരു മൂർച്ചയുള്ള മുള്ളിൽ അമർത്തി പാടാൻ തുടങ്ങി. മുള്ളതിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറുമ്പോൾ അതിന്റെ രക്തം റോസാപ്പൂവിന് മുകളിലൂടെ ഒഴുകി ചുവപ്പായി. റോസാപ്പൂവ് കടും ചുവപ്പായി. പക്ഷേ പക്ഷി മരിച്ചു. എന്നിട്ടും ആ റോസാപ്പൂവ് സ്വീകരിച്ച യുവാവിന് യാഗത്തിന്റെ മഹത്വം മനസ്സിലായില്ല. ദൈവമക്കളെ, നിങ്ങളുടെ നിമിത്തം അവൻ ക്രൂശിൽ ചുവന്ന റോസാപ്പൂ പോലെ വിരിഞ്ഞു. അവൻ അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, അവരോട് ക്ഷമിക്കൂ, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ക്ഷമയുടെ ആത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 19-ാം അധ്യായം 34-ാം വാക്യം. എന്നാൽ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവന്റെ പാർശ്വത്തിൽ കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ന്യായാധിപന്മാർ 19, 20, 21 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 7-ാം അധ്യായം 31 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.